ഹായ് ഫ്രണ്ട്സ്, പനിയും കഫക്കെട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് വാവച്ചിയുടെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലിനുള്ള കഷ്ണവും സാമ്പാറിനുള്ള കഷ്ണവും പിന്നെ ഉപ്പേരി കാബേജാണ് വെക്കുന്നത്, തോരൻ. അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പൊക്കെ കഴുകി ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു. പിന്നെ കുക്കറിൽ പരിപ്പും വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ വേഗം ഒരടുപ്പത്ത് ഞാൻ വേഗം അവിയലാണ് വെക്കണത്. അപ്പോൾ അങ്ങനെ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ വേഗം നാളികേരവും നല്ല ജീരകവും പിന്നെ 2 ചുമന്നുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. എന്നിട്ട് ഞാൻ അതൊക്കെ അതിലിട്ട് കൊടുക്കുകയാണ്. ഇനി കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ വാവിച്ചതിനോട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ വെള്ള ഇഷ്ടം ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് നുറുക്കിയിട്ട് ഇനി അതും ഉണ്ടാക്കണം. അപ്പം അങ്ങനെ അവിയലൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇട്ടിട്ട് ഇതുപോലെ ഇല കൊണ്ട് അടച്ച് വെച്ചിട്ട് നല്ല കുറേ കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞ ഒരു പ്രത്യേക മണമാണ്. അപ്പം അങ്ങനെ അവിയലൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറും ആയി വന്നിട്ടുണ്ട്. നാളികേരമൊന്നും വറുത്തരയ്ക്കാണ്ട് വെറുതെ പൊടിയിട്ട സാമ്പാറാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ സാമ്പാറൊക്കെ ആയി വന്നപ്പോൾ കടുകും പിന്നെ ഉലുവയും വറ്റൽമുളകും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഞാൻ അത് വറുത്തിടാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നു. അപ്പോൾ ഇത് ഈ അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയായ കാരണം തീയൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ സാമ്പാർ പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാനത് അതിൽ വറുത്തൊഴിച്ചു. അപ്പം അങ്ങനെ സാമ്പാറും ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ വെള്ളയിഷ്ടം ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ വേഗം കുക്കറിൽ ഉരുളൻകിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി. എന്നിട്ട് ഞാൻ വേഗം കാബേജ് ഉപ്പേരി വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ കാബേജ് ഉപ്പേരിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും ആയി വന്നപ്പോൾ പിന്നെ പപ്പടം വറക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ പായസം ഇന്ന് വെക്കണില്ല, ഇന്ന് വെക്കുന്നുണ്ട്, കാലത്ത് വെക്കണില്ല, വൈകിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേഗം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ വാവിച്ച് കുളിക്കാൻ നോക്കുകയാണ്. വിജാഷേട്ടനും 2 പേരും കൂടി കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കാലത്ത് എണീറ്റ വശം കുളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല കഫക്കെട്ടല്ലേ, മാറി വരണുള്ളൂ. പിന്നെ തണുപ്പൊക്കെ ആയിട്ട് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കുളിയൊന്നും കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ ചോറും പിന്നെ അവിയലും നല്ല സാമ്പാറും പിന്നെ കാബേജ് ഉപ്പേരിയും പിന്നെ ഉരുളൻകിഴങ്ങ് വെള്ള ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും മോളും അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ വേഗം അവർക്ക് ചോറാക്കുകയാണ്. അപ്പം ഞാനിന്ന് ജോലിക്ക് പോകണില്ല, അവർക്കാണ് ആക്കേണ്ടത്. അപ്പോൾ അവർക്ക് 3 പേർക്കും ചോറൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും അവർ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു. അപ്പം ഞാൻ ഇലയൊക്കെ ഇട്ടിട്ട് വിളക്കത്ത് വാവിച്ചിക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പം അങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ടിട്ട് വാവിച്ചു സ്കൂളിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.